ഇന്ന് നമ്മൾ സ്റ്റോക്കല്ല എടുത്തിരിക്കുന്നത്. പകരം നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല സ്റ്റോക്കുകൾ, നല്ല നല്ല ബ്രേക്കൗട്ടുകൾ ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും ത്രൂ ചാർട്ട് അനാലിസിസ്. സോ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പെട്ടെന്ന് കുറച്ച് സ്റ്റോക്കുകൾ ഇതിങ്ങനെയാണ് ബ്രേക്കൗട്ട്, ഇത് ഇവിടുന്ന് വാങ്ങാൻ പറ്റും, ഇങ്ങനെയുള്ളതൊക്കെ പറയുന്ന സമയത്ത് കുറേ സുഹൃത്തുക്കൾ ചോദിച്ചു, ഇതെന്താ സംഭവം എന്നുള്ളത് പറയണമല്ലോ ആദ്യം. അല്ലാണ്ട് ചുമ്മാ രണ്ട് വരയും വരച്ചിട്ട് ഇപ്പോൾ ബ്രേക്കൗട്ടായി എന്ന് പറയണതിൽ അർത്ഥമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കരുതിയത് ഇത് കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു അറിവുണ്ടെന്നാണ് വിചാരിച്ച്. പക്ഷേ ഇപ്പോൾ കുറച്ച് പേര് കണ്ടതിന് ശേഷം ഇതെന്താ സംഭവം എന്നുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെയ്യാറുള്ള എൻ്റെ അറിവിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ സാധാരണ സെലക്ട് ചെയ്യാറുള്ളത് ട്രയാങ്കുലർ ബ്രേക്കൗട്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോക്കിയാലും മനസ്സിലാവും. ട്രയാങ്കുലർ ബ്രേക്കൗട്ടിന് അത്രയേറെ സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പാറ്റേൺ തിരഞ്ഞെടുക്കുന്നത്. അതായത് കുറേ ചാർട്ട് നമുക്ക് ഓരോ സ്റ്റോക്കിലുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ കുറച്ച് ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ മുകളിലോട്ട് പോയി പിന്നെ തിരിച്ച് വന്ന് ഇങ്ങനെ പോണ ചാർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഒരു സെൽ ഓഫ് നടന്ന് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് പോണ സ്റ്റോക്കുകളുണ്ട്. നിങ്ങൾക്ക് പെന്നി സ്റ്റോക്കിലൊക്കെ കാണാൻ പറ്റും, ഒരു അപ്സൈഡ് മാത്രം പോവും, പിന്നെ എവിടെ നിന്നെങ്കിലും താഴോട്ട് അങ്ങനെ വരുന്നതും കാണും. അപ്പോൾ ഇതിലെല്ലാത്തിലെയും വെച്ച് ട്രയാങ്കുലർ ചാർട്ട് പാറ്റേൺ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ അതിൻ്റെ സാധ്യതകൾ കൂടുതലാണ്. റിട്ടേൺസ് കിട്ടുന്നതും അതിന് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസും നമുക്ക് കൂടുതലായിരിക്കും കിട്ടുക. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ട്രയാങ്കുലർ ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ട്രയാങ്കുലർ ചാർട്ട് ഉണ്ടാകുന്നതെന്നുള്ളത് ഞാൻ പറയാം. അതായത് പെട്ടെന്നൊരു സെൽ ഓഫ് വന്നതിന് ശേഷം, അതായത് ഒരു സ്റ്റോക്കിൻ്റെ സെൽ ഓഫ് ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സ്റ്റോക്ക് പോയി എന്ന് വിചാരിക്കാം. ഇനി ഇതിന് നമ്മളൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സപ്പോർട്ട് വരച്ചു, റെസിസ്റ്റൻസ് നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്. ഇതൊരു ഗ്രാഫാണെന്ന് വിചാരിക്കുക. റെസിസ്റ്റൻസ് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു പോർഷനെയാണ് നമ്മൾ ബ്രേക്കൗട്ട് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് വൺസ് ബ്രേക്കൗട്ട് ചെയ്താൽ ഇത് നല്ലൊരു അപ് ട്രെൻഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ട്രയാങ്കുലർ ബ്രേക്കൗട്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്കിവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അതായത് ഇവിടെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു പോർഷൻ നമുക്ക് നോക്കാം. ഇവിടെ നടക്കുന്നത് എന്താണ്? ഇവിടുന്ന് വാങ്ങി ഇവിടുന്ന് വിറ്റു, ഇവിടുന്ന് വാങ്ങി പിന്നെയും വിറ്റു. അതുകൊണ്ട് താഴോട്ട് വേഗം തന്നെ ശക്തമായി തന്നെ വന്നു. അതിനർത്ഥം ഇവിടെ സെല്ലേഴ്സാണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വേഗം തന്നെ ഒരു സെൽ ഓഫ് നടന്നിരിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഈ താഴത്തുനിന്ന് ഈ ഒരു പോയിൻ്റിൽ നിന്ന് വെച്ച് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ബയ്യേഴ്സ് വാങ്ങി തുടങ്ങിയത് എങ്ങനെയാണ്? കുറച്ചായി വാങ്ങി. അതായത് ഇവിടെ നടക്കണ ഒരു പ്രോസസ്സിനെ പറയണ പേരാണ് അക്യുമുലേഷൻ. അക്യുമുലേഷൻ പറഞ്ഞാൽ എന്താ? അതായത് കുറച്ചായി ഗ്യാദർ ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് എത്തുക. അതായത് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ബയ്യേഴ്സിൻ്റെ ഡോമിനേഷനാണ് നടക്കുന്നത്. ഈ സൈഡ് ഫുള്ള് ബയ്യേഴ്സിൻ്റെ ഡോമിനേഷനാണ് ഇവിടെ നടക്കുന്നത്. ഒന്നും കൂടി ഞാൻ വരച്ച് കാണിച്ചു തരാം. അതായത് ഇവിടുന്ന് വാങ്ങി ഇങ്ങനെ തന്നെ വരുന്നില്ല, ചെറിയ ഗ്രാഫിൽ വരണതുണ്ടാവും. പക്ഷേ എന്നാലും ഏകദേശം ഇങ്ങനെ തന്നെ പോയി ഒരു പോയിൻ്റിൽ നിന്ന് ഒരു ബ്രേക്കൗട്ടാണ് ഈ ട്രയാങ്കുലർ ബ്രേക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് ഒരു ബയ്യേഴ്സ് വാങ്ങിയിട്ട് ഈ ഒരു സൈഡിൽ സെല്ല് ചെയ്തു, എന്നിട്ട് ഇവിടുന്ന് വീണ്ടും വാങ്ങി ഇവിടെ സെല്ല് ചെയ്തു, ഇവിടെ ഈ സൈഡിൽ സെല്ല് ചെയ്തു. അങ്ങനെ ഇതൊരു ബേസും സപ്പോർട്ടും ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബയ്യേഴ്സിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് നമ്മളെപ്പോലത്തെ റീറ്റെയിലേഴ്സ് അല്ല,
ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരൊക്കെ ഒരു സ്റ്റോക്ക് വാങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ 100ഉം 500ഒന്നും ആയിരിക്കില്ലല്ലോ. അവരൊരു 1000 10000 അങ്ങനെയുള്ള ക്വാണ്ടിറ്റികൾ വാങ്ങുമ്പോൾ എല്ലാം അപ്പം തന്നെ എക്സിക്യൂട്ട് ആകില്ല. അങ്ങനെയാണ് ഒരു ബേസുകൾ ഫോം ചെയ്തിട്ട് ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു പോയിന്റിലെത്തുന്നത്. ഈ ഒരു പോയിന്റിലാണ് ശരിക്കും റീറ്റെയിലേഴ്സും ന്യൂ ഇൻവെസ്റ്റേഴ്സും കൂടിയിട്ട് ഈ സ്റ്റോക്കിൻ്റെ മുകളിലേക്ക്, അതായത് ഒരു അപ് ട്രെൻഡ് മാക്സിമം അക്യൂർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ബ്രേക്ക് ഔട്ടിന് നല്ല റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ബ്രേക്ക് ഔട്ട് 90% അങ്ങനെയുള്ള ബ്രേക്ക് ഔട്ട് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാറില്ല ട്രയാങ്കുലർ ബ്രേക്ക് ഔട്ട് പാറ്റേണിൽ. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്ന സ്റ്റോക്കുകളിലെല്ലാം ഇങ്ങനത്തെ ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ നോക്കാറുള്ളത്. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ട്രയാങ്കുലർ ബ്രേക്ക് ഔട്ട്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.